ഇന്നത്തെ പണി എന്ന് പറയുന്നത് റൂം ക്ലീനിങ് ആണ് കേട്ടോ. പിള്ളേരുടെ എല്ലാ പരിപാടിയും കഴിച്ചു വെച്ചതേ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കുളിയും കഴിയണം. ആദ്യം ബെഡ്ഷീറ്റും ബില്ലും കംഫർട്ടറൊക്കെ എടുത്തൊന്ന് മടക്കി വെച്ചു കേട്ടോ. പിള്ളേരുള്ളതുകൊണ്ട് എന്നെ എപ്പോഴും കുത്തിമറിയും. വെറുതെ ഒന്ന് റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുത്തിമറിയും. ആ തലനേരെ കവറൊക്കെ ഊരിയെടുത്ത് അവിടെ ഇവിടേക്ക് ആക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ കുറച്ചധികം ഡ്രസ്സുകൾ മടക്കി വയ്ക്കാനുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ചേട്ടൻ്റെ ആ ഒരു ഷെൽഫിലാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ ബാക്കി എല്ലാ ഷർട്ടുകളും താഴ്ത്തു വീണ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി നേരെ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. ബാത്റൂം ക്ലീനിങ് ഒരാളുടെ മാത്രം ഡ്യൂട്ടി അല്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ വൃത്തിയേടായി എടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആരായാലും അത് കഴുകും കേട്ടോ. ഞാൻ ആ പഴയ ബ്രഷുകളൊക്കെ മാറ്റിയിട്ട് പുതിയ ബ്രഷുകൾ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊരു കോംബോ ആണ്. നിസ്സാര പ്രൈസിന് മേടിച്ചാൽ കേട്ടോ. എനിക്ക് വളരെയധികം വെറുത്താന്ന് തോന്നിപ്പോൾ. ഇതിൽ ഒത്തിരി ബ്രഷുകളുണ്ട്. എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം നമുക്ക് വാഷ് ബേസിൻ കഴുകാൻ പറ്റിയതും, ഫ്ലോർ കഴുകാൻ പറ്റിയതും, ക്ലോസറ്റ് കഴുകാൻ പറ്റിയത്, വാൾ കഴുകാൻ പറ്റിയത്, പൈപ്പ് കഴുകാൻ പറ്റിയത്, അങ്ങനെ എല്ലാ തരം ബ്രഷുകളുള്ള ഒരു കോംബോ സെറ്റ് ഇട്ട് അത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്തൊക്കെ. ചുമ്മാ പറയല്ല, എനിക്ക് ഭയങ്കര ഈസി ആയി തോന്നിയിട്ട് എല്ലാ ഭാഗമൊക്കെ ഒന്ന് കിഴുകി എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, റൂം ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കൈയോട് കൂടിയിട്ട് കുളി അങ്ങോട്ട് കഴിച്ചേക്കും. അല്ലെങ്കിൽ അത് പിന്നെ നാളെ ഒക്കെയാവും. അപ്പോൾ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് പോരുമ്പോൾ നമ്മൾ മാറിട്ട ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരും. ഒന്നില്ലെങ്കിൽ ഇന്ന് തന്നെ അലക്കും, അല്ലെങ്കിൽ നാളെ അലക്കും. അതായത് വാഷിംഗ് മെഷീനിലാണ് നമ്മൾ നോർമലി ഇടുക. വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ നല്ല ഡ്രസ്സുകൾ കല്ലുമ്പോൾ കുത്തി തീരുമാനം ചെയ്യാം കേട്ടോ. താഴത്ത് വന്നപ്പോഴാണെങ്കിൽ ചേച്ചി നല്ല അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.